ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയുടേതാണ്. അപ്പക്കാരോ ദോശമാവൊന്നുമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പഞ്ഞി പോലുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പത്തിരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരിൻ്റെ പൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കലാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മാവിൽ ഈസ്റ്റ് ഒഴിച്ചുകൊണ്ട് തന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കലക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കലക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല തന്നെ ഒന്ന് കുഴച്ചിട്ടെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പഴം ഇതുപോലെയാണ് കട്ട് ചെയ്തിരുന്നത്. അതിനിപ്പോൾ നിങ്ങൾക്ക് നല്ല നീളത്തിലാണ് കട്ട് നീളത്തിലുള്ള പഴംപൊരിയാണ് വേണ്ടുന്നെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി. അതിനിപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് പഴംപൊരി ഒന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ പഴംപൊരിക്കെല്ലാം ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ പൊരിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഭാഗം കൂടി മുരിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഈസ്റ്റെല്ലാം കൂട്ടിയോണ്ട് തന്നെ അങ്ങനെ എണ്ണ കുടിക്കുമെന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. സാധാരണ പിന്നെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്താലൊരു എണ്ണ കുടിക്കില്ല, അത്രയേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി കെട്ടുപോത്തുള്ള പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.